ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നെങ്കിലും ഫലസ്തീനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഗസയെ സംബന്ധിച്ച് അവർക്കൊരു റീബിൽഡ് എന്ന് പറയുന്നത് വളരെ കഠിനമേറിയ ഒരു ജോലിയാണ്. കാരണം കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ ഗസയിലെ സർവ്വതും ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചിരുന്നു, കത്തിച്ചാമ്പലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെയും വീണ്ടെടുക്കുക എന്ന് പറയുന്നത് ഗസയെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക്കാണ്. മറുഭാഗത്ത് ഇസ്രായേലിനാവട്ടെ, അവർക്ക് അമേരിക്ക അടക്കമുള്ളവരുടെ സാമ്പത്തിക സഹായമുള്ള സ്ഥിതിക്ക് തന്നെ ഇസ്രായേലിന് ഒരു റീബിൽഡ് എന്ന് പറയുന്നത് ഗസയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര കഠിനമുള്ള ഒരു ജോലിയല്ല. എന്നാലും ഗസ അവരുടേതായ രീതിയിൽ ഒരു റീബിൽഡ് അവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ അവർ അവിടെയുള്ള വീടുകൾ, ഗസയിലെ ജനങ്ങൾ തന്നെ അവിടെ പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾ ശരിയാക്കുന്നു, പള്ളികൾ ശരിയാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകുന്നു. ചില രാജ്യങ്ങൾ ഗസയ്ക്ക് സഹായവുമായി രംഗത്ത് വരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഗസയ്ക്ക് വലിയ രീതിയിൽ ടൺ കണക്കിന് ഡീസൽ ഖത്തർ നൽകിയിരുന്നു. ഇപ്പോഴിതാ ഇന്തോനേഷ്യയുടെ ഒരു സഹായം കൂടി ഗസയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇന്തോനേഷ്യയിൽ 100 പള്ളികൾ അടിയന്തരമായി പണി കഴിപ്പിക്കാനുള്ള നീക്കമാണ് ഇന്തോനേഷ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഇന്തോനേഷ്യ മസ്ജിദ് കൗൺസിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. റമദാൻ മാസമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫലസ്തീനിലെ ജനങ്ങൾക്ക് അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് മസ്ജിദുകൾ ആവശ്യമാണ്. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ഏതാണ്ട് 1000-ഓളം പള്ളികൾ ഇസ്രായേൽ സൈന്യം ഗസയിൽ തകർത്തില്ലാതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റമദാൻ മാസം വരുന്നൊരു സാഹചര്യത്തിൽ ഗസയിൽ 100 പള്ളികൾ നിർമ്മിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇന്തോനേഷ്യ മസ്ജിദ് കൗൺസിൽ അറിയിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വളരെ അടിയന്തരമായി 10 പള്ളികൾ നിർമ്മിക്കുകയും പിന്നീട് ബാക്കിയുള്ള 90 പള്ളികളും നിർമ്മിക്കാനാണ് ഇന്തോനേഷ്യൻ മസ്ജിദ് കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ നടത്താൻ തന്നെയാണ് ഇന്തോനേഷ്യൻ മസ്ജിദ് കൗൺസിൽ തീരുമാനിക്കുന്നത്. അതായത് ഇന്തോനേഷ്യയിലെ ജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ച് ആ ഫണ്ട് ഉപയോഗിച്ച് ഗസയിൽ പള്ളി നിർമ്മിക്കാനാണ് ഇന്തോനേഷ്യ സ്വീകരിക്കുന്നത്. അതേസമയം ഇന്തോനേഷ്യ നേരത്തെ പല ഘട്ടങ്ങളിലും ഗസയ്ക്ക് വലിയ രീതിയിൽ പിന്തുണയും സഹായവും നൽകിയ ഒരു രാജ്യമാണ്. പലപ്പോഴും ഇറാന്റെയും സൗദിയുടെയും അടക്കമുള്ള സഹായങ്ങൾ എടുത്തു പറയുന്നൊരു സമയത്ത് ഇന്തോനേഷ്യ നൽകിയ സഹായങ്ങൾ പലപ്പോഴും എടുത്തു പറഞ്ഞിട്ടില്ല. ഇന്തോനേഷ്യ അന്നും ഇന്നും ഗസയിലെ ജനങ്ങൾക്ക് പിന്തുണയുമായി അവർക്ക് കൈമറന്ന് സഹായിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ ഇവിടെ പള്ളികൾ നിർമ്മിച്ചു നൽകുന്നത്. അതേസമയം ഗസയിൽ ഏതാണ്ട് 1000കണക്കിന് വർഷത്തിലധികം പഴക്കമുള്ള പള്ളികളടക്കം ഇസ്രായേൽ പൊളിച്ചടുക്കിയിരുന്നു. ഈ പള്ളികളൊക്കെ പുനർനിർമ്മിക്കുന്നതിൻ്റെ ഒരു ഭാഗവും ഇപ്പോൾ ഗസയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയൊരു 10 പള്ളികൾ ആദ്യഘട്ടത്തിൽ ഇന്തോനേഷ്യ നിർമ്മിച്ചു നൽകുന്നത്. പിന്നീട് അത് മൊത്തത്തിൽ 100 പള്ളികളിലേക്കായി വ്യാപിപ്പിക്കുമെന്നാണ് ഇന്തോനേഷ്യ അറിയിച്ചിരിക്കുന്നത്. അതേസമയം മറ്റു ചില രാജ്യങ്ങളും ഇത്തരത്തിൽ ഗസയുടെ റീബിൽഡിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് വരുന്നു എന്നുള്ളത് ഗസയെ സംബന്ധിച്ച് ശുഭകരമായ വാർത്തയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.